അൻവറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഫോൺ ചോർത്തലിലാണ് MLA-ക്കെതിരെ കേസെടുത്തത്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത്. കേസ് പ്രതീക്ഷിച്ചതാണെന്ന് PV അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരണം കേൾക്കാം. അല്ല എടുത്തോട്ടെ, എന്താ കുഴപ്പം? ഓ ആയിക്കോട്ടെ, ഗുരുതരം അതായിക്കോട്ടെ. എന്താ ഞാൻ ആദ്യം പറഞ്ഞല്ലേ കേസ് എടുക്കുന്നു, ജയിലിലടക്കട്ടെ, നമുക്ക് നോക്കാന്ന്. അല്ല എൻ്റെ ഇപ്പോൾ ഒരു 10-50 ആളുണ്ടാവും. ഒരു 50 ആള് 50. എറണാകുളം ജില്ലയിലടക്കം താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള അല്ല അതേ അറിയില്ല എനിക്ക്, ഞാനത് നോക്കാറില്ല. ആണോ? എനിക്കതിനെ പറ്റി അറിയില്ല. വെരി സോറി. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം VS രഞ്ജിത്തും. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, ഈ തോമസ് പീലിയാനിക്കൽ ഒരു പൊതുപ്രവർത്തകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇദ്ദേഹമാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. കേസിൽ പറയുന്നത് ഈ PV അൻവർ തന്നെ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ താൻ ചോർത്തി എന്ന ആരോപണമാണോ ഈ തോമസ് പീലിയാനിക്കലിന്റെ കേസിന് ആധാരം? അരുൺകുമാർ, ഈ തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിൽ ഇപ്പോൾ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. BNS-ലെ 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ PV അൻവർ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ ഉള്ളത്. മാധ്യമങ്ങളിലൂടെ ഈ സംഭാഷണങ്ങൾ പ്രചരിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തി അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും വേണ്ടി മാധ്യമങ്ങളെ കണ്ടു എന്നാണ് FIR-ൽ പറയുന്നത്. എന്തായാലും LDF വിട്ട് PV അൻവർ പുറത്തു വരുന്നു, പൊതുസമ്മേളനം വിളിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് നിർണായകമായ കാര്യം. മാത്രവുമല്ല, നേരത്തെ മുഖ്യമന്ത്രി PV അൻവറിന് മറുപടി നൽകാൻ വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗവർണറുടെ ഒരു റിപ്പോർട്ട് കയ്യിലുണ്ട് എന്ന തരത്തിലൊരു ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇതിൽ PV അൻവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് പ്രകാരം ഫോൺ ചോർത്തി എന്നാണ് തോമസ് പീലിയാനിക്കലിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. തോമസ് പീലിയാനിക്കലിന് ബോധ്യപ്പെട്ട കാര്യമല്ല. അത്തരത്തിലല്ല. അതായത് പുറത്തു വന്ന വാർത്തകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഒരാൾ പരാതി നൽകുന്നു. ആ പരാതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. PV അൻവറിനെതിരെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളിലും പോലീസ് കേസെടുക്കുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. മാത്രവുമല്ല, നേരത്തെ മുൻ മലപ്പുറം SP ആയ സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം PV അൻവർ പുറത്തുവിട്ടിരുന്നു. മാത്രവുമല്ല, ADGP അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ ഒക്കെ തന്നെ ഫോൺ സംഭാഷണങ്ങൾ ADGP ചോർത്തുന്നു എന്നായിരുന്നു ഗുരുതരമായ ആരോപണം. അതോടൊപ്പം തന്നെ ADGPയുടെ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ ഫോൺ താൻ ചോർത്തിയിരുന്നു എന്നൊരു വെളിപ്പെടുത്തലും PV അൻവർ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. പക്ഷേ സർക്കാർ ഗവർണർ നൽകിയ ഉത്തരം മറുപടി, അതായത് PV അൻവറോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തുന്നില്ല എന്നായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ കേസെടുത്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, സുജിത് ദാസിനെതിരെ നേരത്തെ ഈ വെളിപ്പെടുത്തൽ വരികയും പിന്നീട് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും PV അൻവറിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഏറെ വൈകി ഇപ്പോൾ PV അൻവർ സർക്കാരുമായും പാർട്ടിയുമായും പൂർണ്ണമായും ഇഴഞ്ഞ് മുന്നണിയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്രമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മറ്റ് തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം. എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് വരുന്നത്. കാരണം സർക്കാർ തന്നെ ഈ വിവരം തുടക്കത്തിൽ നിഷേധിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, PV അൻവർ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. താൻ ഫോൺ ചോർത്തിയതല്ല, തനിക്ക് വന്ന ഫോൺ താൻ റെക്കോർഡ് ചെയ്തു, അത് മറ്റൊരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയായിരുന്നു ചെയ്തത്. കാരണം നേരത്തെ സുജിത് ദാസിൻ്റെ ഫോൺ കോൾ ആണെങ്കിൽ അത് വാട്സപ്പ് കോൾ ആയിരുന്നു. വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. സോ ആ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല.